വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയ ശേഷം തമിഴ് സിനിമയുടെ അവസ്ഥ ഇനി എന്താവും എന്നുള്ള ഒരു ചർച്ച കുറെ നാളുകളായിട്ട് തമിഴ് സിനിമ ലോകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഴയ പോലെ ഒരു തമിഴിലുള്ള നല്ല ഒരു മാസ് മസാല സിനിമകൾ കുറവാണ്. അതിൽ സ്ഥിരമായിട്ട് ചെയ്തിരുന്നത് വിജയ് ആയിരുന്നു. വിജയ് മാറി, സിനിമയിൽ നിന്ന് മാറി. അതുപോലെ തന്നെ രജനീകാന്തും പ്രായമായി. ഒരു പക്ഷേ രജനീകാന്ത് കുറച്ച് സിനിമകളൂടെയും കഴിഞ്ഞാൽ അഭിനയം നിർത്തിയേക്കാം. കമൽഹാസൻ രാഷ്ട്രീയത്തിലോട്ട് വന്നു. ഇപ്പോൾ രാജ്യസഭ MP ആണ്. ബാക്കിയുള്ള യുവ നടന്മാരൊന്നും അതുപോലത്തുള്ള വിജയ് ചെയ്യുന്ന പോലത്തുള്ള വലിയ തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തമിഴ് സിനിമ ഒരു മോശം അവസ്ഥയിലൂടെയാണ് പോയിരുന്നത് എന്നുള്ളതൊക്കെ ഒരു സത്യം തന്നെയായിരുന്നു. പക്ഷെ ഈ വർഷം തമിഴ് സിനിമയ്ക്ക് കുറച്ചൊരു ആശ്വാസം തന്നെയാണ്. കാരണം പ്രതീക്ഷിക്കാത്ത കുറെ ഹിറ്റുകളും പ്രതീക്ഷിക്കാത്ത കുറെ തിരിച്ചുവരവുകളും ഒക്കെ സംഭവിച്ചു. അതിലൊരു പ്രധാന സിനിമ കറുപ്പ് തന്നെയാണ്. നമ്മൾ കറുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു എപ്പിസോഡൊക്കെ ചെയ്തിരുന്നു. കറുപ്പിന് മുമ്പും സൂര്യ തിരിച്ചു വരുമോ, സൂര്യക്ക് തിരിച്ചു വരുമോ, സാധ്യമാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കറുപ്പിലൂടെ സൂര്യ തിരിച്ചു വന്നിരിക്കുകയാണ്. എത്രയോ നാളുകളായി. അതായത് ഒരു കാലത്ത് വിജയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ രജനീകാന്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു. അയനും ആദവനും സിംഗവും ഒക്കെ ഇറങ്ങിയ സമയത്ത് 2010 ആ ഒരു കാലഘട്ടത്തിൽ സൂര്യ തന്നെയെന്നു രജനിക്ക് തൊട്ട് താഴെ. അവിടുന്ന് അങ്ങോട്ട് സിംഗം 2-ന് ശേഷം ഒരു വിജയം, പ്രോപ്പർ വിജയം, ഒരു ബ്ലോക്ക് ബസ്റ്റർ സൂര്യക്ക് ലഭിച്ചിട്ടില്ല. ഹിറ്റുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത്. നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. സൂര്യ റിപ്പോർട്ടർ പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സിംഗം 2-ന് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിട്ടില്ല. എല്ലാ പ്രതീക്ഷിച്ചിരുന്ന കങ്കുവ, റെട്രോ, ഇതൊന്നും ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. അവിടെയാണ് വലിയ പ്രതീക്ഷ അർപ്പിക്കാത്ത കറുപ്പിലൂടെ തിരിച്ചു വരണം. അപ്പൊ കറുപ്പ് സിംഗം 2-ന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്തു. സൂര്യയുടെ കരിയറിൽ ഏറ്റവും വലിയ വിജയമായി മാറി. സൂര്യയുടെ കരിയറിൽ ആദ്യത്തെ 300 കോടി പടം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു പടമാണ്. അതും RJ ബാലാജി എന്ന് പറഞ്ഞ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് അതുപോലെ ഒരു സൂപ്പർ താരത്തിന് വെച്ച സിനിമകളൊന്നും സമ്മാനിക്കാത്ത, ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിക്കാത്ത ഒരു RJ ബാലാജിയാണ് ആ ഹിറ്റ് കൊടുത്തതെന്നുള്ളതാണ്. എന്തായാലും കറുപ്പ് സൂര്യക്കും RJ ബാലാജിക്കും തമിഴ് സിനിമാ ലോകത്തിനും ഒരു ആശ്വാസം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സൂര്യ വിജയുടെ ആ ഒരു സ്പേസിലോട്ട്, അതായത് സൂര്യയെക്കുറിച്ച് തമാശ രൂപേണ ചിലവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. സൂര്യക്ക് രജനീകാന്തും ആവണം, എന്നാൽ കമലഹാസനും ആവണം. അതായത് സൂര്യക്ക് നല്ല മാസ് മസാല സിനിമ ചെയ്യണം. പക്ഷെ ഒരു കമലഹാസന്റെ പോലത്തെ അഭിനയ മുഹൂർത്തങ്ങളോ അതിൽ വെച്ച് രണ്ടും കൂടി നടക്കില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രജനീകാന്ത് ആയാലും വിജയ് ആയാലും ഒരിക്കലും കമലഹാസൻ ട്രാക്കിൽ പോയിട്ടില്ല. രജനീകാന്ത് വരെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരിക്കലും കമലഹാസൻ ആവാൻ പറ്റില്ല. വിജയ് ആണെങ്കിൽ രജനി പോയ ഒരു ട്രാക്കിൽ തന്നെ പോയിട്ടുള്ളൂ. അതുപോലെയുള്ള രക്ഷകൻ ടൈപ്പ് ഓഫ് റോളുകൾ ചെയ്തു. അത് അദ്ദേഹം വിജയിച്ച് കാണിച്ചു, ഒരു സൂപ്പർ സ്റ്റാറായി. ഇപ്പോൾ അത് ചീഫ് മിനിസ്റ്റർ വരെ ആവാൻ അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ എന്തായാലും ചെയ്തോട്ടെ, ഇച്ചിരി JB പോലത്തെ സിനിമകളൊക്കെ. പക്ഷെ കൂടുതലും ഒരു 5 ചെയ്യണമെങ്കിൽ ഒരു 4, ഇനിയൊരു നല്ല ഒരു മാസ് സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിജയുടെ ഒരു സ്പേസ്, അത് വിജയ് മാറിയ ആ ഒരു സ്പേസിലോട്ട് സൂര്യക്ക് ഇനി എന്തായാലും വരാം. കാരണം ആ ഒരു സീനിയേഴ്സിൽ ഇനിയിപ്പോൾ നമ്മൾ അജിത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അജിത്തും ഇപ്പോൾ അഭിനയം നിർത്തുകയാണ്, ഇനി റേസിംഗിലോട്ടൊക്കെ പോവാണ്. അപ്പൊ ഇനി ആ ഒരു കാറ്റഗറി, ആ സീനിയേഴ്സിന്റെ ഇടയിൽ ഇനിയിപ്പോൾ സൂര്യയും വിക്രമും തന്നെയാണത്. ഇനി വിക്രം തിരിച്ചു വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഈ വർഷം മറ്റൊരു വിജയം കിട്ടിയത് ഇതേപോലെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം, തലൈവർ തമ്പി തലൈമയിൽ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമ ജീവ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവ അതുപോലെ ഒരു ഹിറ്റ് കൊടുക്കുന്നുള്ളതിന്. അത് അന്ന് പൊങ്കലിന് ജനനായകൻ റിലീസ് ആവുമ്പോൾ എല്ലാ സിനിമയും മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് പരാശക്തി ഇറങ്ങിയിരുന്നു. നമ്മൾ പരാശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. തലൈവർ തമ്പി എന്ന് പറഞ്ഞ സിനിമ അന്ന് ഒരിക്കലും അവർ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ജനനായകൻ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ ആ ഒരു ഗ്യാപ്പിലോട്ട് തള്ളിക്കയറ്റി പടമാണ്. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ മലയാളി സംവിധായകൻ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് നിതീഷ് സഹദേവ്. അദ്ദേഹം ഒരു മമ്മൂട്ടി പടമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞാൽ എന്തോ ആ സിനിമ തുടങ്ങും. അദ്ദേഹം അവിടെ പോയിട്ട് ഒരു ഹിറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു സിനിമയൊക്കെ തലൈവർ തമ്പി വെറും 10 കോടി ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. ഭയങ്കര വലിയ കോടി ക്ലബ് ഒന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തരക്കേടില്ല 40 കോടിയോ ആ റേഞ്ചിൽ. എന്തായാലും 10 കോടി ഇറക്കിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻ. ജീവയുടെ തന്നെ കരിയറിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ കോയാണ് ജീവയുടെ കരിയറിൽ ഏറ്റവും വലിയൊരു വിജയം. കോയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ സിനിമയായിരിക്കും ഇത്ര വലിയൊരു വിജയമായി മാറിയത്, നമുക്കൊരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഉള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ബ്ലാസ്റ്റ്. അതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ ബ്ലാസ്റ്റ് റിലീസായിട്ടുണ്ട്. ആക്ഷൻ കിങ് അർജുൻ എന്ന് പറഞ്ഞാൽ കോടികൾ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു ഒരു 90s. അന്ന്
നമുക്കറിയാം ജെന്റിൽമാൻ സിനിമയ്ക്കൊക്കെ ശേഷമൊക്കെ എത്ര മുതൽവൻ പോലത്തെ സിനിമയൊക്കെ ചെയ്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള ഒരു നടനാണ് അർജുൻ. അർജുൻ ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അർജുൻ വില്ലനായിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകളിൽ വരുന്ന സിനിമകളൊക്കെയാണ് കൂടുതൽ നാം ഒരു ഇന്ന് അവിടെ ഓടുന്നത്. പക്ഷെ അർജുൻ നായകനായിട്ട് സിനിമകളൊന്നും അങ്ങനെ ഓടുന്നില്ല. അർജുൻ നായകനായിട്ട് ഇടയ്ക്ക് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇടയ്ക്ക് ചില ഒരു ബി ക്ലാസ് സി ക്ലാസ് ഓഡിയൻസിലേക്ക് മാത്രം എത്തുന്ന തരത്തിൽ പോകുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പഴയ പോലെ ഒരു ബി ക്ലാസ് സി ക്ലാസ് ഇല്ല. എങ്കിലും പറയാണ്, ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വില്ലേജ് ഏരിയ, ഒരു ഗ്രാമീണ ഏരിയയിലൊക്കെ ഓടുന്ന ഒരു സിനിമകൾ മാത്രമാണ് അർജുന്റെ. പക്ഷെ അവിടുന്ന് മാറി ഇപ്പൊ അർജുൻ ബ്ലാസ്റ്റ് എന്നൊരു സിനിമ. അപ്പൊ ബ്ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു അർജുന്റെ ഏത് സിനിമയാണ് ഇപ്പോൾ ഓടുന്നത്. പക്ഷെ അതൊരു പുതിയൊരു സംവിധായകനുണ്ട്, ഒരു പയ്യനാണ് അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഭാഷ് കെ രാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തത് AGS എന്റർടൈൻമെന്റ്സ്. അവരെപ്പോഴും തെരഞ്ഞെടുക്കുന്ന സിനിമകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വലിയ വിജയുടെ സിനിമകളും ചെയ്യും, എന്നാൽ അവർ താഴെ നിൽക്കുന്ന താരങ്ങളുടെ സിനിമകളും ചെയ്യും, പുതുമകളുടെ സിനിമ ചെയ്യും. പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന സംവിധായകൻ അവിടെ അവരുടെ അടുത്തോട്ട് കയറി ചെന്ന് ഒരു കഥ പറഞ്ഞിട്ട് അവർ ചെയ്താണ്. അതിന് മുമ്പ് കോമാളി ചെയ്തിട്ടുണ്ട്. കോമാളിക്ക് ശേഷം ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ AGS ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു സെൻസ് ഉണ്ട്. എന്തായാലും ഇതിൽ അഭിരാമി പ്രീതി മുകുന്ദൻ ഒരു ആക്ഷൻ മൂഡിലുള്ള സിനിമ തന്നെയാണ്. എന്തായാലും അതൊരു വമ്പൻ തിരിച്ചു വരും. അത് 18 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. 25 കോടി രൂപ ഗ്രോസ് കളക്ഷൻ 4 ദിവസം കൊണ്ട് തന്നെ അന്ന് അത് നേടിയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം റിക്കവർ ചെയ്യേണ്ട ലെവലായിരിക്കും. പിന്നെ അവിടെ തിയേറ്ററിൽ നിന്ന് റിക്കവർ ചെയ്യാം, ബാക്കി അപ്പുറത്ത് ഒരു 50% ഒക്കെ തിയേറ്റർ റിക്കവർ ചെയ്താൽ മതി. ബാക്കി OTTയും സാറ്റലൈറ്റും മറ്റു റൈറ്റ്സ് ഒക്കെ കൂടിയിട്ട് തന്നെ കിട്ടിക്കോളും. തമിഴിന് അങ്ങനെയുണ്ട്, ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൈസ കിട്ടും. പിന്നെ യൂത്ത് എന്ന സിനിമ, അതും ഇതേപോലെ തന്നെ ഏകദേശം 10 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയായിരുന്നു. ഏകദേശം 80 കോടി രൂപയുടെ അടുത്താണ് 80 രൂപയുടെ അടുത്താണ് അതിന്റെ ഗ്രോസ് കളക്ഷൻ കിട്ടിയത്. കരുണാസിന്റെ മകൻ കെൻ കരുണാസ് ഇതേപോലെ തന്നെ ഒരു പയ്യനാണ്. അദ്ദേഹമാണ് നായകനായിട്ടും സംവിധായകനായിട്ടും. അദ്ദേഹം കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നായികയെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു മലയാളി നായികയെ തന്നെയാണ് ആ സിനിമയിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയത്. സുരാജ് വെഞ്ഞാറമൂട് നല്ലൊരു റോളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്തൊക്കെ സുരാജിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു. മമ്മൂട്ടി നമുക്കറിയാം പേട്രിയോട്ടിന്റെ ഒക്കെ പ്രസ് മീറ്റ് സമയത്തൊക്കെ യൂത്ത് സിനിമയെ കുറിച്ച് പരാമർശിച്ചിരുന്നു. യൂത്തിൽ അഭിനയിച്ച ഒരു പയ്യൻ അതിന്റെ സക്സസ് മീറ്റിൽ അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കണ്ടു. അതേപോലെ തന്നെയാണ് എനിക്കൊക്കെ ഇപ്പോഴും എന്നൊക്കെ രീതിയിൽ മമ്മൂട്ടി പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് മമ്മൂട്ടി പോലും ശ്രദ്ധിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു സിനിമയും ഒരു യുവ താരങ്ങളില്ലാതെ വന്ന് അവിടെ ഹിറ്റ് അടിച്ചു. പിന്നെ തായ്ക്കിളവി, അത് ശിവകാർത്തികേയനാണ് ഒരു പ്രൊഡ്യൂസർ. പിന്നെ വേറെ സുന്ദര എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്. മുരുകേഷൻ എന്ന് പറഞ്ഞ പുതിയ ഒരു സംവിധായകൻ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ എത്രയോ പടങ്ങളാണ് നമ്മൾ പറഞ്ഞൊക്കെ പുതിയ സംവിധായകർ ചെയ്യുന്ന പടങ്ങൾ. ഈ സിനിമയും ഏകദേശം 10 കോടിയുടെ അടുത്ത് ബഡ്ജറ്റ് ചെയ്ത് 80 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ രാധിക ശരത് കുമാറാണ്. രാധിക ഒരു ലീഡ്, ഒരു സോളോ ഫീമെയിൽ ഓറിയന്റഡ് പടമൊന്നും അങ്ങനെ ചെയ്യാറില്ല. പണ്ട് രാധിക ഒരുപാട് സൂപ്പർ നായികയായിരുന്നു, സൂപ്പർ സ്റ്റാർസിന്റെ നായികയായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അമ്മവേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പ്രായമായിട്ടുള്ള റോളാണ്. പക്ഷെ ആ സിനിമ ഭയങ്കര സർപ്രൈസിംഗ്ലി ഹിറ്റായി എന്നുള്ളത്, ഇത്രയും കളക്ഷൻ നേടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ശിവകാർത്തികേയനും ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് സൂര്യയുടെ ഒരു സിനിമയൊക്കെ ശിവകാർത്തികേയൻ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ശിവകാർത്തികേയൻ ഇപ്പൊ ഇത്തിരി മോശം സമയമാണ്, അത് നമുക്ക് പറയുന്നത് കഴിഞ്ഞിട്ട്. എന്തായാലും ശിവകാർത്തികൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അങ്ങനെ ഒരു ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. പിന്നെ വിത്ത് ലവ് എന്ന സിനിമ, അതും ഇതുപോലെ ചെറിയ ബഡ്ജറ്റ് ചെയ്ത് ഏകദേശം 40 കോടിയുടെ അടുത്ത് ഗ്രോസ് കളക്ഷൻ കിട്ടി. അത് പ്രൊഡ്യൂസ് ചെയ്തത് സൗന്ദര്യ രജനീകാന്താണ്. അത് ഡയറക്ട് ചെയ്തത് മദൻ എന്ന ഡയറക്ടറാണ്. അഭിനയിച്ചത് അഭിഷാൻ ജീവൻ എന്ന് പറഞ്ഞു നമ്മൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞെട്ടിച്ച് അതിൽ അഭിനയിക്കുകയും അതിന്റെ സംവിധായകനൊക്കെ ചെയ്തത്. വളരെ ചെറുപ്പം, എനിക്കൊരു 30 വയസ്സൊക്കെ താഴെയുള്ളൂ പ്രായം. അദ്ദേഹമാണ് അതിലെ നായകനായത്. അനശ്വര രാജനായിരുന്നു നായിക. ആ സിനിമ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഡള്ളായിരുന്നു കളക്ഷൻ, പക്ഷെ പിന്നെ പയ്യെ പിക്കപ്പ് ചെയ്തിട്ട് അത്യാവശ്യം അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ തന്നെ ആ സിനിമ നേടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ, അതിൽ ഈ പറയുന്ന ബ്ലാസ്റ്റും കറുപ്പും ഒന്നും വലിയ പ്രതീക്ഷ അർപ്പിക്കാത്ത സിനിമകളായിരുന്നു. തലൈവർ തമ്പിയൊക്കെ അവിടെയാണ് ആ ഒരു ഹിറ്റ് അടിച്ചു എന്നുള്ളത്. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇടത്തിൽ കടന്നിരുന്ന ക്ഷീണത്തിൽ കടന്നിരുന്ന സൂര്യ തിരിച്ചു വരുന്നു, ആക്ഷൻ കിങ് അർജുൻ തിരിച്ചു വരുന്നു, ജീവ തിരിച്ചു വരുന്നു, പിന്നെ കുറെ യുവതാരങ്ങളുടെ സിനിമകൾ, പുതുമുഖ സിനിമകൾ വിജയിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണം കിട്ടിയ ഒരു വർഷമാണ്. ഇതിനിടയ്ക്ക് പരാജയങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പരാജയം പരാശക്തിയാണ്. പരാശക്തി ജനനായകന്റെ ഒപ്പം ഇറക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിജയ് ഫാൻസ് ഒക്കെ അവർക്ക് എതിരെ നിന്നതാണ്. പിന്നെ ജനനായകൻ മാറ്റി, അപ്പൊ പിന്നെ ഒരു സോളോ റിലീസ് കിട്ടി, ഭയങ്കര കളക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ പരാശക്തി ക്ഷീണത്തിലായി പോയി. ഏകദേശം 150 കോടി 200 കോടിയുടെ അടുത്ത് എക്സൽ ബഡ്ജറ്റ് അവർ അങ്ങനെ ഒഫീഷ്യലി പുറത്തുവിട്ടില്ല. പക്ഷെ 150 കോടി എബോവ് എന്തായാലും ബഡ്ജറ്റ് ഉണ്ട്. ആ പടം
എനിക്കോട് കഷ്ടി 100 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടി എന്നുള്ളതാണ്. പിന്നെ അത് OTT വിറ്റ് പോയി. പക്ഷെ എങ്കിലും ആ സിനിമ നഷ്ടമാവാൻ തന്നെ സാധ്യതയുള്ളൂ. സിനിമയ്ക്കും അഭിപ്രായം വളരെ മിക്സഡ് അഭിപ്രായമായിരുന്നു. വളരെ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ശിവകാർത്തികൻ ആ സിനിമ ചെയ്തത്. പക്ഷെ ജയം രവി വില്ലനായിട്ട് വരുന്നു. പക്ഷെ വലിയ ഇവർക്കൊന്നും ആ സിനിമ ഒരു ഗുണം ചെയ്തില്ല. പിന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി ഹിറ്റുകൾ മാത്രം കൊടുത്തിരുന്ന ഒരു നടനായിരുന്നു പ്രദീപ് രംഗനാഥൻ. ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ കൊടുത്ത് ഹാട്രിക് ഹിറ്റുകൾ കൊടുത്ത പ്രദീപ് രംഗനാഥന് ഒരു ഫ്ലോപ്പ് കിട്ടി. വിഘ്നേഷ് ശിവനാണ് ഡയറക്ട് ചെയ്തത്. നയൻതാര എനിക്ക് അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഒക്കെ തന്നെയാണ്. ആ 100 കോടി എന്താണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. ആ സിനിമ കുറെ കാലമായി ഷൂട്ട് തീർന്നിട്ട്. പണ്ടത് ശിവകാർത്തികേയനെ വെച്ച് ചെയ്യാനിരുന്നിരുന്നാണ്. പിന്നീട് അതേ സബ്ജക്റ്റാണ് പ്രദീപ് രംഗനാഥിലേക്ക് എത്തിയത്. ആ സിനിമ അന്ന് കഴിഞ്ഞ ദീപാവലിക്ക് എന്തോ പ്രദീപ് രംഗനാഥൻ 2 സിനിമ ഒരേ സമയത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞത്. പിന്നെ അത് മാറ്റിയിട്ടാണ് എനിക്കൊരു ഡൂഡാണോ ഡ്രാഗൺ ആണോ ഏതിന്റെ കൂടെ ഇറക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് മാറ്റി തള്ളിയിട്ടാണ് ഇപ്പൊ ഈ ഏപ്രിൽ ആ ഒരു മാസത്തിലോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട് 65 കോടി എന്നുള്ളത് ഭയങ്കര നഷ്ടമാണ് ആ സിനിമ. പിന്നെ കാർത്തിയുടെ വാവാത്തിയാറും ഇതുപോലെ സൈഡിൽ കൂടെ ഇറങ്ങി ആരും അറിയാതെ പൊട്ടിപ്പോയൊരു പടമാണ്. കുറേ കാലം കഴിഞ്ഞ പൊങ്കലിന് റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഈ വർഷം കൊണ്ട് ഇറക്കിയത്. ഏകദേശം 40 കോടിയൊക്കെ ബഡ്ജറ്റിലായിരുന്നു ആ ഒരു സിനിമ. അതിന്റെ ബോക്സ് ഓഫീസ് എനിക്ക് വളരെ നഷ്ടമാണ്. 10 കോടി 15 കോടിയൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുള്ളൂ. കാർത്തിക്കും കുറച്ചായിട്ട് ഫ്ലോപ്പാണ്. ജപ്പാൻ എന്ന് പറഞ്ഞ സിനിമ പരാജയം വരുന്നു. ഇപ്പതേ സർദാർ 2 ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ കൈദി 2 സംഭവിക്കുമെന്ന് അറിയില്ല. സർദാർ 2ലാണ് ഇപ്പൊ കാർത്തിയുടെ പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാർത്തിക്കും ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. ഇപ്പൊ ജീവ, കാർത്തി ഇവരൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമകൾ ചെയ്തിരുന്നതാണ്. അപ്പൊ ജീവൻ തിരിച്ചു വന്നു, കാർത്തി തിരിച്ചു വന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മിക്സ്ഡ് എക്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. മഞ്ജു വാര്യർ ശക്തമായിട്ടുള്ള റോള് ചെയ്തിട്ടുള്ള സിനിമയാണ്. മഞ്ജു വാര്യർ, ആര്യ, ഗൗതം കാർത്തിക് ഒരു വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്നു. ശരത് കുമാർ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഞാൻ ആ സിനിമ കണ്ടതോടെ എനിക്ക് ആ സിനിമ തരക്കേടില്ലാതെ കൊള്ളാം എന്ന് തോന്നിയതാണ്. പക്ഷെ ആ സിനിമ പ്രതീക്ഷിച്ച പോലെ അവിടെ കളക്ഷൻ വന്നില്ല. ഒരുപക്ഷെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയി, കാരണം ഓവർ ബഡ്ജറ്റും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആ സിനിമ OTTയിലാണ് കണ്ടത്. എനിക്ക് പക്ഷെ ആ സിനിമ നന്നായിട്ട് ചെയ്തിട്ട് തോന്നി. പൊതുവെ മഞ്ജു വാര്യർ ഇതിനു മുമ്പ് തമിഴിൽ അഭിനയിച്ച പല സിനിമകളും എനിക്ക് മഞ്ജു വാര്യർക്ക് ആപ്റ്റ് ആയിട്ടുള്ള റോളായിട്ട് തോന്നി. പക്ഷെ ഇതിലെനിക്ക് മഞ്ജു വാര്യർ നന്നായിട്ട് അഭിനയിച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. അത് വിജയിച്ചിരുന്നെങ്കിൽ ആരിക്കും ഒരു തിരിച്ചുവരവ് സാധ്യമായിരുന്നു. ആര്യം ഇടയ്ക്കൊക്കെ ഹിറ്റുകൾ കൊടുക്കാറുള്ളൂ. ഇതേപോലെ ജീവയുടെ പോലെ തലൈവർ തമ്പി പോലെ ആയിരിക്കും ഒരു ഹിറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പൊ തമിഴ് സിനിമയിൽ സൂര്യ അതിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ സൂര്യ അവിടെ ഉണ്ട്. ഇനി സൂര്യ ഒന്ന് പ്ലാൻ ചെയ്ത് സൂര്യ അപ്പൊ അടുത്തത് ജിത്തു മാധവന്റെ സിനിമയാണ്, നമ്മുടെ ആവേശം ഡയറക്ടർ. അതെന്തായാലും ചിലപ്പോൾ നല്ലൊരു ആവേശം പോലത്തെ ഒരു പടമാണെങ്കിൽ ഒന്ന് നോക്കണ്ട, അത് ഹിറ്റ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ വിക്രമും ഒന്ന് പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ അനൗൺസ്മെന്റ് ഒക്കെ. വിക്രം പാരഞ്ജിത്തിന്റെ കഴിഞ്ഞ സിനിമയുടെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇനി വീണ്ടും അത്തരത്തിലുള്ള സിനിമകളൊന്നും ചെയ്യാതെ ധൂളും ജെമിനിയൊക്കെ പോലത്തെ ആ ഒരു ടൈപ്പുള്ള ഒരു ആഘോഷ സിനിമകൾ ഇന്നത്തെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ വിക്രം ഏകദേശം 60 വയസ്സാവാറായി, ആ 60 വയസ്സ് കടന്നു തോന്നില്ല, ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള റോളുകളൊക്കെ വിക്രം ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം. വിക്രമൂന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തമിഴ് സിനിമ ഒരു വേറെ ഒരു തരത്തിലോട്ട്, അതായത് ആ സുവർണ കാലഘട്ടത്തിലോട്ട് മാറിയേക്കാം.